ശബരിമലയിൽ മണ്ഡലകാലത്തെ ദുരവസ്ഥ മകരവിളക്കിനുണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. റോഡിൽ ഭക്തരെ തടഞ്ഞുള്ള പോലീസ് രാജ് അവസാനിപ്പിച്ച് ആവശ്യമായ ക്രമീകരണം വേണമെന്നും സതീശൻ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. കെ.ആർ. സാജു വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സാജു, മണ്ഡലകാലത്തെ തിരക്കൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ടിലുമായിരുന്നു അവിടെ ആളുകളെ നിയന്ത്രിക്കുന്നവർ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു എന്നറിയാൻ കഴിയുന്നു. എന്താണ് കത്തിലെ ഉള്ളടക്കം? അമൃത, ശബരിമല മണ്ഡലകാലത്ത് സർക്കാരിനും ദേവസ്വത്തിനും ഉണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് മകരവിളക്ക് തീർത്ഥാടനത്തിന് എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനം നടത്താനും അഭിഷേകം നടത്താനുമുള്ള കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ എന്ന പേരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പന്തളത്തും ചെങ്ങന്നൂരിലും വടശ്ശേരിക്കരയിലും ലോഹയിലും എരുമേനിയിലും മണിക്കൂറുകളോളം റോഡിൽ തടഞ്ഞു നിർത്തുന്ന സ്ഥിതിയുണ്ട്. ഭക്തജനങ്ങളെ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പോലീസ് രാജിന് അടിയന്തരമായി അറുതി വരുത്തണം എന്ന കാര്യം കൂടി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മണ്ഡലകാലത്തിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങളോ അവലോകനങ്ങളോ നടത്താത്തതാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാര്യം. അവലോകന യോഗങ്ങൾ നടക്കാത്തതും പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കങ്ങളും തീർത്ഥാടന കാലത്തെ ദോഷകരമായി ബാധിച്ചു. മുൻ സർക്കാരുകളുടെ കാലത്ത് ഭംഗിയായി നടന്നിരുന്ന ശബരിമല തീർത്ഥാടനം ആണ് ഇത്തവണ താറുമാറായത് എന്നും മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ പമ്പയിലെത്തി അവലോകന യോഗം നടത്തി 7 വകുപ്പുകളെ ഏകോപിപ്പിച്ചിരുന്നു. തിരക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഫലപ്രദമായി നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മണ്ഡലകാലത്തുണ്ടായ സംഭവങ്ങൾ ചരിത്രത്തിലാദ്യമാണ് എന്ന വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള കത്താണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കൈമാറിയിരിക്കുന്നത്. അമൃത. ശരി.